ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പിന്നെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇപ്രാവശ്യം വളരെയധികം ഹാപ്പിയാണ്. കാരണം ഇത് രണ്ടാമത്തെ തവണയാണ് നമ്മൾ ഈ ഒരു സിനിമേൻ്റെ ട്രെയിലറിന് റിയാക്ഷൻ ചെയ്യുന്നത്. F1 ആണ് സിനിമേൻ്റെ പേര്. അതിൻ്റെ അടുത്ത ട്രെയിലറും കൂടി ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ചെറിയ രീതിയിലൊന്ന് കണ്ടു നോക്കാം. So you like straight talk? Straight and narrow. No sugar. Why are you here, Sonny? When you look in the mirror, you see this rough and tumble, old school cowboy. Doesn't take orders, goes his own way, huh? A lone wolf. Well, I've news for you. Formula One is a team sport. It always was. Listen, let's get this straight. We all lose our jobs if you can't put off a miracle. No pressure. The only question here is, why does Sonny Hayes come back to F1? I think it's really wonderful that Apex are giving second chances to the elderly. It's all right. You just wait. I'm quicker than you. You're making a mistake. Thinking that I'm just going to be some grateful kid who'll bend the knee to an old timer. I never should have pulled you into this. Inside contact! That's the other driver. You say he was old. He not that old. That's a handsome man right there. What's he doing? Plan C. Get ready. Just gotta hope for some lucky breaks. Hope it's not a strategy. Anything else, Professor? Drive fast. Ever seen a miracle? Not yet. How do you think I'd feel if you died on the track? Relax. Relax is a lifetime. എൻ്റെ മോനെ അടിപൊളി ട്രെയിലർ. സത്യം പറയാലോ, ആദ്യത്തെ ഒരു ട്രെയിലർ എന്ന് പറയാൻ അത് കുറച്ചും കൂടി ഒരു ഫീൽ ഗുഡ്, അതേപോലെ ഒരു നല്ലൊരു രീതിയിലുള്ള ട്രെയിലറാണ്. ഇത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ളൊരു ട്രെയിലറാണ്. ഈ സിനിമയ്ക്ക് പല കാരണങ്ങളുണ്ട് ഈ ഒരു സിനിമയ്ക്ക് പ്രതീക്ഷ കൂടാനായിട്ട്. എസ്പെഷ്യലി ഇതിൻ്റെ ഡയറക്ടറാണ് ടോപ്പ് ഗൺ മാവറിക്ക് ചെയ്തതിന് ശേഷം പുള്ളി ഇത് 3 വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു സിനിമേൻ്റെ റിലീസ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതും കോവിഡ് കഴിഞ്ഞ് ഫസ്റ്റ് 1 ബില്യൺ അടിച്ച പടമാണ്. അതായിരുന്നു ജോസഫ് കൊസിൻസ്കിൻ്റെ പടമായിരുന്നത്. പിന്നെ എസ്പെഷ്യലി ബ്രാഡ് പീറ്റ്, അതേപോലെ തന്നെ വേറെ നല്ലൊരു ക്രൂ. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിൽ പല ആളുകളുണ്ട്. എസ്പെഷ്യലി ആപ്പിൾ TV, എസ്പെഷ്യലി അങ്ങനെ കുറേയധികം ആളുകളെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ ഈ ഒരു സിനിമ കാരണം കുറേ കൂടി F1 കുറച്ചും കൂടി ഒരു ജനപ്രീതി നേടാൻ കാരണമാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം F1ൻ്റെ ഒഫീഷ്യലായിട്ടുള്ള യൂട്യൂബ് ചാനലിൽ കൂടിയുള്ള ഈ സിനിമേൻ്റെ ട്രെയിലർ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ജൂൺ മാസം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാം.